റോക്കിയും സിജോയും തമ്മിൽ നല്ല അടി നടക്കുന്ന സമയത്ത് ഞാൻ ഈ നാട്ടുകാരിയല്ല എന്ന ഭാവത്തിൽ പുറകിലിരിക്കുന്ന ആളാണ് അൻസിബ. ഈ വഴക്ക് കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. വഴക്ക് മൂർച്ഛിക്കുകയും അടി പൊട്ടുമെന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോഴും കാഴ്ചക്കാരായിട്ട് റൂമിൽ മൂടി പുതച്ചിരിക്കുന്ന മുടിയനും അൻസിബയും. അൻസിബയാണെങ്കിൽ ഇതെല്ലാം കണ്ടൊരു കൗതുകത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. ആദ്യ അടിയടിച്ച് വന്നിരുന്ന റോക്കി വീണ്ടും അടിക്കാൻ പോകുമ്പോൾ റോക്കിയെ തടയുന്നത് അർജുനും ജാസ്മിനുമാണ്. തൊട്ടപ്പുറത്ത് അവിടെയുണ്ട് അൻസിബ. അൻസിബ ഒരക്ഷരം മിണ്ടുന്ന പോലുമില്ല, മിണ്ടാതെ അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നതല്ലാതെ. റോക്കിയെ പുറത്താക്കിയെന്നറിഞ്ഞപ്പോൾ കൈ പൊത്തി കരയുന്ന അൻസിബയും അതുപോലെ മുടിയനും. എന്തിനായിരിക്കും കൈ പൊത്തി കരയുന്നത്? കാരണം കണ്ണീര് വരുന്നത് വരെയുള്ള ഒരു ടൈം കിട്ടും കൈ പൊത്തി വയ്ക്കുമ്പോൾ. നമ്മുടെ ജിൻഡോ വരെ അങ്ങനെ കൈപൊത്തി കരഞ്ഞു. ഇതാകുമ്പോൾ കണ്ണീര് വരണതാരും കാണത്തുമില്ല. മറ്റേത് അല്ലാതെ കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ മാത്രമേ ഉള്ളൂ, കണ്ണീര് വരാതിരുന്ന ആൾക്കാർ പോക്കും. കൈപൊത്തി കളഞ്ഞാൽ നൈസായിട്ട് ആരും കാണില്ലല്ലോ. അപ്പോൾ കരച്ചിൽ തുടങ്ങി കണ്ണീരൊന്ന് വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ കൈ മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഈ ടോപ്പിക്ക് ഞാൻ വീഡിയോ ആക്കില്ലായിരുന്നു. ലൈവിലെ വെറുപ്പിക്കൽ കണ്ട് സഹി കെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവരുടെ സംശയം ചിലപ്പോൾ ഇനി റോക്കി സീക്രട്ട് റൂമിലാണെങ്കിലോ, ഇനി അഥവാ പുറത്തായിട്ടുണ്ടെങ്കിൽ റോക്കിയുടെ ഫാൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയാലോ. അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളാണ്. കുറച്ച് ജെന്യൂനായിട്ട് തോന്നിയത് മുടിയൻ മാത്രമാണ്. ബാക്കി കരച്ചിലൊക്കെ വെറും നാടകം. ആർക്കാണ് അത് മനസ്സിലാവാത്തത്?